ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ എവറി വൺ. സോ ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ മാർക്കറ്റ് വളരെ മോശമായിട്ട് ചെയ്ത മാർക്കറ്റാണ് ഞാൻ കാണുന്നത്. മാർക്കറ്റിലൊരു മൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല. എക്സെപ്റ്റ് വൺ ടൈറ്റാനിൻ്റെ ITC ഇൻഫോസിസ് ലാസ്റ്റ് മിനിറ്റിൽ ചെറിയൊരു മൂവ് ചെയ്യുന്നുണ്ട്. മെയിൻലി മൂവ് ചെയ്ത ടൈറ്റാനാണ്. 3700 അടുത്ത് ഇപ്പോൾ ടൈറ്റാൻ ചെയ്യുന്നുണ്ട്. സോ ബാങ്ക് നിഫ്റ്റിയിൽ ചെയ്തതെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ബാങ്കും HDFC ബാങ്കും കുറച്ച് കയറിയിട്ടുണ്ട്, ICICI ബാങ്കും ലാസ്റ്റിൽ. സോ ഇന്നലെ ഇന്നും മിഞ്ഞാന്നായിട്ട് മാർക്കറ്റ് ഓൾമോസ്റ്റ് സെയിം ലെവലിൽ തന്നെ ഇന്ന് മൂവ് ചെയ്യുന്ന മാർക്കറ്റ് ഞാൻ കാണുന്നത്. പിന്നെ വേറെ കാര്യം പറയുക വെച്ചാൽ ഇന്നിപ്പോൾ നമ്മളെ ഈ പ്രൈം മിനിസ്റ്റർ സിംഗപ്പൂരിൽ പോയിട്ട് സിംഗപ്പൂർ ഗവൺമെൻറ്റായിട്ട് ഒരു സെമി കണ്ടക്ടേഴ്സിൻ്റെ ഒരു ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇപ്പോൾ ഇന്നലെ ഞാനൊരു സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി നമ്മളെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സെമി കണ്ടക്ടറിന് വലിയൊരു ബൂസ്റ്റ് കൊടുക്കുമെന്ന് വിചാരിക്കുന്നത്. ഇത് സിംഗപ്പൂരിലൊക്കെ ലോട്ട് ഓഫ് സെമി കണ്ടക്ടേഴ്സിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയുന്നത് അതായിരുന്നു ഞാനിന്ന് കണ്ടത്. പിന്നെ ഈ റെയ്മണ്ട് ലൈഫ് സ്റ്റൈലിൽ നിന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെയ്മണ്ട് ലൈഫ് സ്റ്റൈലിൻ്റെ സ്റ്റോക്ക് ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ട് വലിയ മൂവ്മെൻറ്റ് ഉണ്ടായില്ല. സ്റ്റോക്ക് ടാങ്ക് ചെയ്തത് റെയ്മണ്ട് ലൈഫ് സ്റ്റൈലിൻ്റെ ഓൾമോസ്റ്റ് സ്റ്റോക്ക് ഫെൽ 5% ചെയ്തിട്ടുള്ളത്. 2869 ഇന്ന് ഫോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർ 5 റൈമണ്ട് ഷെയറിന് 4 റൈമണ്ട് ലൈഫ് ഷെയറിൻ്റെ ഷെയർ കൊടുക്കാന്നുള്ള ഒരു ഇതാണ് കണ്ടത്. സോ ദാറ്റ് ഈസ് വാട്ട് മാർക്കറ്റ് ഈസ് ഡൂയിങ്. നമുക്ക് ഇന്നത്തെ മറ്റുള്ള സ്റ്റോക്സ് നോക്കുകയെന്ന് വെച്ചാൽ ഭാരതി എയർടെൽ ലാസ്റ്റ് മിനിറ്റിൽ അത് ക്ലോസ് ചെയ്ത് 1548 ക്ലോസ് ചെയ്തിട്ടുള്ള ഫ്യൂച്ചർ പ്രൈസ് ഞാൻ പറയുന്നത്. സോ ഭാരതി എയർടെൽ, അതുപോലെ HDFC ബാങ്ക് ലാസ്റ്റ് മിനിറ്റ് ക്ലോസ് ചെയ്ത് 1653 ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ മാർക്കറ്റിൽ ഓവറോൾ ഒരു സ്ട്രെങ്ത് കാണുന്നില്ല. അത് വലിയൊരു കൺസേൺ ആണ്. സോ ഇനി എപ്പോഴും മാർക്കറ്റ് റിലയൻസ് ഓൾസോ ലാസ്റ്റ് മിനിറ്റിൽ 2990 വരെ പോയി കഴിഞ്ഞു. ലാസ്റ്റ് മിനിറ്റിൽ ക്രാഷ് ചെയ്ത് റിലയൻസ് നായപ്പോൾ 3059 വന്നത് 2990 വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഇത് പറയാ വെച്ചാൽ മാർക്കറ്റ് ക്യാപ് ടു GDP എല്ലാവരും പറയുന്നൊരു കാര്യം. അതിനെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ മാർക്കറ്റ് ക്യാപ് ടു GDP കോമൺലി നോൺ ആസ് ബഫറ്റ് ഇൻഡിക്കേറ്റർ എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ക്യാപ് ടു GDP റേഷ്യോ വെച്ചിട്ട് ഇത് ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ദി കൺട്രി ഡിവൈഡഡ് ബൈ GDP ഓഫ് ദി കൺട്രി. സോ നമ്മളെ മാർക്കറ്റ് ക്യാപ്പും GDP നോക്കുന്ന സമയത്ത് ഇന്ത്യൻ്റെ മാർക്കറ്റ് ക്യാപ്പും GDP നോക്കുന്ന സമയത്ത് വളരെ ഹൈലാണ്, എബോവ് 100 കാണുന്നത്. സോ അതൊരു വീക്ക് സിഗ്നലാണ് നമുക്ക് നോക്കുകയെന്ന് വെച്ചാൽ ഈ GDP ടു മാർക്കറ്റ് ക്യാപ് റേഷ്യോ നോക്കുകയെന്ന് വെച്ചാൽ. ഇപ്പോൾ തന്നെ നമ്മളെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ വളരെ അധികമാണ് അവർ പറയുന്നത്. ഇന്ത്യൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പം നോക്കുന്ന സമയത്ത് വളരെ കൂടുതലാണ്. ഓൾമോസ്റ്റ് ഇന്ത്യൻ്റെ GDP-നെക്കാട്ടും കൂടുതലാണ്. അങ്ങനെ വരാൻ പാടില്ല ശരിക്കും. സോ അതുകൊണ്ട് മാർക്കറ്റ് ഒരു കറക്ഷനിൽ പോകാൻ സാധ്യതയുണ്ട് ചില സമയത്ത്. എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ, കാരണം വളരെ സ്റ്റോക്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഈ വളരെ ഹൈയിലുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വെച്ചാൽ നമ്മൾക്ക് വെച്ചാൽ വി നീഡ് ലോട്ട് ഓഫ് എനർജി ഫോർ എവറിഡേ ട്രേഡിങ്. ഇന്ന് ട്രേഡേഴ്സും ഇന്നലെയും മിഞ്ഞാന്നും ട്രേഡേഴ്സൊന്നും എല്ലാവരും ലോസ് ബുക്ക് ചെയ്തിട്ടാണ് വിവരിക്കുന്നത്. കാരണം ട്രേഡേഴ്സ് ഞാൻ പറയാം, ഇൻവെസ്റ്റേഴ്സ് ഇസ് എ ഡിഫറെൻറ്റ് ഇഷ്യൂ. സോ ട്രേഡേഴ്സിന് പൈസ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായ മാർക്കറ്റിൽ. അപ്പോൾ നമ്മൾ ഈ സ്ട്രെസ് എടുത്തിട്ട് ട്രേഡ് ചെയ്യാന്ന് വെച്ചാൽ അത് വലിയൊരു പ്രോബ്ലമാണ്. കാരണം ഈ പ്രൊലോങ്ഡ് സ്ട്രെസ് ക്യാൻ ലീഡ് ടു മൈറ്റോകോൺട്രിയൽ ഡിസ്ഫങ്ഷൻ ത്രൂ. അതിന് വലിയ പ്രോബ്ലം ഈ മൈറ്റോകോൺട്രിയ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മൈറ്റോകോൺട്രിയ എന്നാണ് നമുക്ക് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എനർജി കിട്ടുന്നത്. സോ നമുക്ക് ഈ സ്ട്രെസ് ലെവൽസ് കൂടുന്ന സമയത്ത് ഇന്നിപ്പോൾ എല്ലാവർക്കും വളരെ കൂടുതലാണ് സ്ട്രെസ് ലെവൽസ്. ജോബ് റിലേറ്റഡ് ആയാലും ശരി, കുട്ടികളെ പ്രോബ്ലംസ് റിലേറ്റഡ് ആയാലും ശരി, നമ്മളെ ട്രേഡിങ് റിലേറ്റഡ് പ്രോബ്ലംസ് ആയാലും ശരി, സ്ട്രെസ് ലെവൽസ് കൂട്ടാൻ പാടില്ല ശരിക്കും എന്ന് വെച്ചാൽ. സോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ട്രെസ് കൂടുന്ന സമയത്ത് നമ്മളെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺ ഉണ്ട്, ഒരു കോർട്ടിസോൾ എന്ന് പറഞ്ഞു. അതൊരു ടൈപ്പ് ഓഫ് സ്റ്റിറോയിഡ് ഹോർമോണാണ്. അതെന്ന് വെച്ചാൽ ദാറ്റ് ക്യാൻ ഡയറക്ട്ലി ഡാമേജ് ദ മൈറ്റോകോൺട്രിയ ഡാമേജ് ചെയ്യുന്നതൊക്കെ അറിയാം. അതാണ് നമ്മളെ എനർജി സെൽസ് തരുന്നത്. സോ അത് ഈ കോർട്ടിസോൾ വേറൊരു പ്രശ്നം വെച്ചാൽ കോർട്ടിസോളിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഈ ദാറ്റ് വിൽ ഇൻഹിബിറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് മൈറ്റോകോൺട്രിയൻ്റെ പ്രൊഡക്ഷനെയും കുറക്കുന്ന പറയുന്നു. സോ മൈറ്റോകോൺട്രിയ റിഡ്യൂസിങ് ദ നമ്പേഴ്സ് ആൻഡ് ലീഡിങ്. അത് മൈറ്റോകോൺട്രിയ നമ്പേഴ്സ് കുറവ് സമയത്ത് നമ്മൾ എനർജി വളരെ കുറയും, എനർജി ലെവൽ.
സോ അതാണ് നമ്മൾ ട്രേഡ് ചെയ്തിട്ട് ഉച്ചയാകുന്ന സമയത്ത് ഈ ട്രേഡേഴ്സിനൊക്കെ വളരെ എനർജി ലെവൽ കുറഞ്ഞു വന്ന് ടയർഡായി എന്ന് പറയുന്ന കാര്യം നമ്മളെ ഈ സ്ട്രെസ് ലെവൽസ് രാവിലെ രാവിലെ നമ്മൾ സ്ക്രീനിൽ നോക്കി ഉച്ചവരെ സ്ക്രീനിൽ ഇരിക്കുന്ന സമയത്ത് അത് തരുന്ന ഒരു സ്ട്രെസ്സില്ല, അത് ട്രേഡ് ചെയ്യുന്ന ആൾക്ക് ഇപ്പം ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടാവും. ആ ഒരു സ്ട്രെസ് ലെവൽ എടുക്കുമ്പോൾ നമ്മൾ 3:30 മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് വിൽ ബി ഡെഡ് ടൈഡ്. അതിൻ്റെ ഒരു പ്രധാന കാരണം വെച്ചാൽ നമ്മൾ ഈ എക്സസ് കോർട്ടിസോൾ ലെവൽസ് ഇൻ ദ ബ്ലഡ് ആണ്. സോ അത് ട്രേഡേഴ്സിന് വലിയൊരു പ്രശ്നമാണ്. നമുക്ക് വലിയ വലിയ ട്രേഡേഴ്സൊക്കെ എങ്ങനെയാണ് മരിച്ചതെന്ന് നിങ്ങൾക്കറിയാം. വെരി ഷോർട്ട് ഏജ് നമ്മളെ ചുഞ്ചുൻ പോലൻ്റെ ഒരു കാര്യം മനസ്സിലാക്കാൻ വരുന്നേക്ക്. സോ നമ്മളെ എക്സസ് കോർട്ടിസോള് ഈ ഫ്രീ റാഡിക്കൽസിനെയും കൂടുതൽ ജനറേറ്റ് ചെയ്യും. ഈ ഫ്രീ റാഡിക്കൽസ് കൂടുതൽ ജനറേറ്റ് ചെയ്താൽ അത് ഇൻഹിബിറ്റ് പ്രൊഡക്ഷൻ, ആൻറ്റി ഓക്സിഡൻസിൻ്റെ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന പ്രൊഡക്ഷനെയും കുറക്കും. പിന്നെ നമ്മൾ കഴിക്കുന്ന ഒരു ഇതെല്ലാവർക്കും ഇപ്പം മരുന്നുകൾ കഴിക്കുന്നുണ്ടാവില്ലേ, നമ്മൾ ഒന്നിക്കൽ ഒരു ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആൻറ്റി റിട്രോവൈറൽ ഡ്രഗ് കഴിക്കുന്നുണ്ടാവും. സ്റ്റാറ്റിൻസ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റിൻസ് ആണ്. അത് കൊളസ്ട്രോൾ ഉപയോഗിക്കുന്ന ബീറ്റാ ബ്ലോക്കേഴ്സ്, ഹൈ ബ്ലഡ് പ്രഷർ മെഡിക്കേഷൻസ്, കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ്, ഇതൊക്കെ ബ്രെയിൻ ഡാമേജ് ചെയ്യും. ഇതൊക്കെ നമ്മളെ ഈ എന്താ പറയുക ഫങ്ഷൻ ഓഫ് മൈറ്റോകോൺട്രിയയുടെ ഫങ്ഷൻസിനെ ഈ റെഡ്യൂസ് ചെയ്യും. അത് വലിയൊരു കാരണമാണ്. പിന്നെ ഇപ്പോഴത്തെ പുതിയ ഹാബിറ്റ്സ് ജനങ്ങളുടെ ആൽക്കഹോൾ, ഇപ്പോൾ കുട്ടികളെ മെത്താംഫിറ്റമൈൻസ് ഒക്കെ ഹീറോയിനൊക്കെ ഇന്ന് ഡെയിലി പേപ്പറിൽ കാണുന്നത്, അതൊക്കെ ഈ മൈറ്റോകോൺട്രിയനെ ഡിസ്ട്രോയ് ചെയ്യും. പിന്നെ വേറൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം പെസ്റ്റിസൈഡ്സ് ആണല്ലോ. അത് വലിയൊരു സാധനമാണ്. പെസ്റ്റിസൈഡ്സ് കംപ്ലീറ്റ് മൈറ്റോകോൺട്രിയനെ ഡിസ്ട്രോയ്. നമ്മളെ ഈ മസാല പൗഡർ ആയാലും ശരി എല്ലാം പെസ്റ്റിസൈഡ്സ്. പിന്നെ പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽസ് എന്ന് പറയും. അത് എന്താ വെച്ചാൽ മെയിൻലി ഈ പ്ലാസ്റ്റിക്സിൽ സെൻറ്റഡ് പ്രോഡക്ട്സിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനം. വെള്ളം കുടിക്കുന്ന ബോട്ടിൽ തൊട്ടിട്ട് ലഞ്ച് ബോക്സ് തൊട്ടിട്ട് ഈ പ്ലാസ്റ്റിക്സ് ഉപയോഗിക്കുന്നില്ലേ നമ്മളെ, അതാണ് വേറൊരു പ്രധാനപ്പെട്ട കാരണം. പിന്നെ പോളിഫ്ലൂറോ ആൽക്കൈൽ സബ്സ്റ്റൻസ്, അതിന് PFAS എന്ന് പറയും. അത് ഈ നമ്മളെ ഈ നോൺ സ്റ്റിക്ക് കുക്ക് വെയർ, ഇപ്പോൾ എല്ലാവരും ദോശ ചൂടാനും എന്താ പറയുക ഫിഷ് ഫ്രൈ ചെയ്യാനൊക്കെ ഈ നോൺ സ്റ്റിക്ക് കുക്ക് വെയർ യൂസ് ചെയ്യുമ്പോൾ അത് മോർ ഡേഞ്ചറസ് ആണ്. അത് പ്രധാനമായിട്ടും മൈറ്റോകോൺട്രിയനെ ഡിസ്ട്രോയ്സ് ആണ് ഈ നോൺ സ്റ്റിക്ക് ഫുഡ് കുക്ക് വെയർ. പിന്നെ ഫുഡ് പാക്കേജിങ് മെറ്റീരിയൽസ്, കൺസ്യൂമർ പ്രോഡക്റ്റ്, ബിസ്ഫെനോൾ കണ്ടിട്ടുള്ള പ്ലാസ്റ്റിക്സ്, റെസിൻസ്, ഇതൊക്കെ മൈറ്റോകോൺട്രിയനെ ഡിസ്ട്രോയ് ചെയ്യുന്നൊരു സംഭവമാണ്. പിന്നെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്കറിയാം വലിയൊരു ഇൻഡസ്ട്രിയാണ് സിഗരറ്റ് ആൻഡ് ലിക്കർ ഇൻഡസ്ട്രി. ഈ സിഗരറ്റ് വലിക്കുന്ന കൂട്ടർക്ക് എല്ലാം അറിയാം അത് വലിയൊരു ഡേഞ്ചറസ് ആണ്. സിഗരറ്റ് ഈസ് ഹാർംഫുൾ, സോ ടെറിബിൾ ടു അവർ ഹെൽത്ത് എന്ന് അതിൻ്റെ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, പിക്ചറും കാണിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ആൾക്കാർ ഇത് ഡെയിലി വലിച്ചു കൂട്ടുന്നുണ്ട്. കാരണം അത് ഇവർ മനസ്സിലാക്കുന്നില്ല. സിഗരറ്റ് കത്തുമ്പോഴുള്ള അതിനകത്ത് പ്രത്യേകം വരുന്ന ഈ പുകയുന്ന സൈനൈഡ്, ആൽഡിഹൈഡ്, ബെൻസീൻ, ഇതൊക്കെ വളരെ അധികം റിലീസ് ചെയ്തിട്ട് ക്യാൻസർ ഉണ്ടാക്കും, മൈറ്റോകോൺട്രിയൽ ഡിസ്ട്രോയ് ചെയ്യും, ബാഡ് എനർജി ഉണ്ടാക്കും. അത് മൈറ്റോകോൺട്രിയൽ ഫങ്ഷനെ തന്നെ, അത് മ്യൂട്ടേഷൻ തന്നെ മൈറ്റോകോൺട്രിയൽ DNA തന്നെ ഡിസ്ട്രോയ് ചെയ്യും. സോ മൈറ്റോകോൺട്രിയൽ സ്വെല്ലിംഗ് ഉണ്ടാക്കും. ഇതൊക്കെ വളരെ ഹാംഫുള്ളാണ്. പിന്നെ ആൽക്കഹോൾ അനദർ തിങ് ഈസ് കൺസിഡർഡ് ടു ബി മൈറ്റോകോൺട്രിയൽ ടോക്സിനാണ്. അതും DNA ഡാമേജ് ചെയ്യും, സ്ട്രക്ചറിൽ ഡാമേജ് ചെയ്യും. അത് വലിയൊരു പ്രശ്നമാണ് ഈ ആൽക്കഹോളും കൂടി. പിന്നെ പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ആൾക്കാരൊക്കെ ഔട്ട്ഡോറിൽ പോകുന്നില്ലല്ലോ, എല്ലാവരും ഇൻഡോർ ഇരുന്നിട്ടുള്ള ജോബ്സാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സൺലൈറ്റ് കൊള്ളുന്നേ ഇല്ല. സൺലൈറ്റ് ആക്ച്വലി കൊള്ളണം, എസ്പെഷ്യലി ഇൻ ദ ഏർലി മോർണിംഗ് സൺലൈറ്റ് വളരെ യൂസ്ഫുൾ ആണ്. which is one of the best signals we can give our brains, to reinforce the natural circadian rhythms. Circadian rhythms എന്ന് വെച്ചാൽ നമ്മളെ ബയോളജിക്കൽ ക്ലോക്സ്, ഈ ഇത് നമ്മൾ രാവിലത്തെ ഈ സൺലൈറ്റ് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ ഇക്കാലത്ത് എന്ന് വെച്ചാൽ എല്ലാവരും നോക്കുന്ന വെച്ചാൽ എവറിബഡി ഈസ് ഓൺ ടു മച്ച് ഷുഗർ. നമ്മൾ ഡങ്കൻ ഡോണറ്റ്സ് തൊട്ടിട്ട് കൊക്കക്കോള വരെ, പെപ്സി, 7up, ഇതൊക്കെ ടു മച്ച് ഷുഗർ കുട്ടികൾ കുടിക്കുന്നതായാലും ശരി. പിന്നെ നമ്മുടെ നാട്ടിലെ ബേക്കറി കൾച്ചർ, ടു മച്ച് സ്ട്രെസ് എല്ലാവർക്കും വേണ്ടി, ടു മച്ച് സിറ്റിംഗ് ജോബ്സ്, ടു മച്ച് പൊല്യൂഷൻ. പുറത്തു പോയി കഴിഞ്ഞാൽ ടു മെനി പിൽസ് എവറി ഡേ, ടു മെനി പെസ്റ്റിസൈഡ്സ് എവറി ഡേ, ടു മെനി സ്ക്രീൻസ്, മൊബൈലായാലും ശരി, TV സ്ക്രീനായാലും ശരി, ഓഫീസിൽ നിന്ന് കമ്പ്യൂട്ടർ സ്ക്രീൻ, വീട്ടിൽ വന്നാലും മൊബൈൽ സ്ക്രീന്, പിന്നെ രാത്രി വന്നാൽ TV-യും. സോ ഓൾവേസ് യു ആർ ഓൺ ദ സ്ക്രീൻ. പിന്നെ എല്ലാവർക്കും ടു ലിറ്റിൽ സ്ലീപ്പ് ആൻഡ് ടു ലിറ്റിൽ മൈക്രോ ന്യൂട്രിയൻസ്. ഇതാണ് ഇപ്പോഴത്തുള്ള വലിയൊരു പ്രശ്നം. ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഇത് ഇന്നത്തെ ലോകത്തിലെ $1 ട്രില്യൺ ഇൻഡസ്ട്രിയാണ്. ഞാനീ പറഞ്ഞ ഈ സിഗരറ്റ്, ലൈക്ക് ഇങ്ങനെയുള്ള ഈ പ്രോഡക്ട്സ് ഒക്കെ ഒരു $1 ട്രില്യൺ ഇൻഡസ്ട്രിയാണ് വേൾഡ് മുഴുവൻ. കമ്പ്യൂട്ടർ ആയാലും സ്ക്രീൻ, മൊബൈൽ സ്ക്രീൻ ആയാലും ഇതല്ല.
ഇതാണ് നമുക്കുള്ള വലിയൊരു എപ്പിഡമിക് ലെവൽസിനോ മൈറ്റോകോൺട്രിയൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കുന്ന വലിയൊരു കാര്യം. അപ്പോൾ അതെല്ലാം പോയിട്ട് ഇപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ എല്ലാ ലാബും നോക്കി നിങ്ങൾ രാവിലെ പോയി എല്ലാവരും ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വന്ന് ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നിങ്ങൾക്ക് 100 mg/dl ആണോ ഹയർ ആണോ നോക്കണം. നിങ്ങളെ വേസ്റ്റ് ലൈൻ 100 എന്താ പറയുക എത്രയാണ് 35 ഇഞ്ചസ് ആണോ അല്ലെങ്കിൽ 40 ഇഞ്ചസ് ആണോ അതിൻ്റെ കൂടുതലാണെങ്കിൽ സൂക്കറാണ്. പിന്നെ HDL കൊളസ്ട്രോൾ ലെവൽ കുറവ് ലെസ് ദാൻ 40 mg/dl ആണോ അത് വലിയൊരു നമ്പറാണ്. ട്രൈഗ്ലിസറൈഡ്സ് 150 mg/dl മുകളിലാണോ, ബ്ലഡ് പ്രഷർ 130/85 ആണോ, ഇതൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് വളരെ വലിയൊരു പ്രോബ്ലം. ഇന്നിപ്പോൾ എല്ലാ ലാബിലും പോയി ഡോക്ടർ ലാൽ പാലത്തിൻ്റെ ലാബ് തൊട്ടിട്ട് ഒരു 100 കണക്കിന് ലാബ് നമ്മുടെ നാട്ടിലുണ്ട്. 5 ലാബിൽ പോയാൽ 5 ടെസ്റ്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുക. അങ്ങനെയുള്ള ലാബ്സാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ നിങ്ങൾ അമേരിക്കയിൽ നോക്കുകയെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്പർ 1 കോസ് ഓഫ് ഡെത്ത് ഈസ് ഇൻ അമേരിക്ക ഈസ് ഹാർട്ട് അറ്റാക്ക്. നമ്പർ 2 ഈസ് കോസിങ് ഡെത്ത് ഈസ് ക്യാൻസർ. നമ്പർ 3 ഈസ് സ്ട്രോക്ക്, അൽസൈമേഴ്സ് ഡിസീസ്, ഡയബറ്റിക്, ലിവർ ഡിസീസ്, എന്താ പറയുക ന്യൂമോണിയ ആൻഡ് COVID-19, ക്രോണിക് ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്. ഇതൊക്കെ ഇന്ന് $1 ട്രില്യൺ ഇൻഡസ്ട്രിയെ മാറിക്കഴിഞ്ഞു. എനിവേ നമ്മൾ തന്നെയാണ് നമ്മളെ ഹെൽത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത്. സോ നമുക്കിത് നമ്മുടെ ഫുഡിലും നമ്മളെ നാച്ചുറൽ ഫുഡിലും ടേൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ അവോയ്ഡ് ഓൾ ദിസ് ഡിസീസ് ആൻഡ് വി ക്യാൻ ലിവ് ലോങ്ങർ. സോ എനിക്ക് ട്രേഡേഴ്സിനോടും പറയാനുള്ളത് നിങ്ങൾ സ്ട്രെസ് എടുക്കാണ്ട് ട്രേഡ് ചെയ്യാൻ നോക്കുക. കാരണം നിങ്ങൾ എല്ലാ ദിവസവും സ്ട്രെസ്, നിങ്ങളൊരു യങ് ട്രേഡർ ആണെങ്കിൽ എത്ര കൊല്ലം നിങ്ങൾക്ക് സ്ട്രെസ് എടുത്ത് ട്രേഡ് ചെയ്യാൻ പറ്റും. സോ അത് വല്ല ഞാനും അനുഭവിച്ചാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. സോ സ്ട്രെസ് നിങ്ങൾ എടുക്കാണ്ട് ട്രേഡ് ചെയ്യുക. സോ അതാണ് എൻ്റെ ഒരു അഡ്വൈസ്. എനിവേ ഹാവ് എ നൈസ് ഡേ. ഇന്ന് മാർക്കറ്റിനെ കുറിച്ച് വലിയൊന്നും പറയാനില്ല, കാരണം ഇന്നലെ ഇന്നായിട്ട് മാർക്കറ്റൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ കാണുന്ന പോലെ നിങ്ങളും സ്ക്രീൻ 2 കൊല്ലത്തിന് ഇരിക്കുന്നത്. സോ യു ഓൾസോ നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ മാർക്കറ്റ്. സോ അതുകൊണ്ടാണ് ഞാനിന്ന് നിഫ്റ്റി ലെവൽസ് കൂടി പറയുന്നത്. കാരണം നിഫ്റ്റി ലെവൽസ് പറയാനൊന്നുമില്ല, 100 പോയിന്റ് ട്രേഡ് ചെയ്ത നിഫ്റ്റിയിലൊന്നും കിട്ടാൻ പോകുന്നില്ല. So anyway, please subscribe my channel. So we'll see you tomorrow and see how the market is going. Thank you very much.